ഇറാനിൽ ഒരു ഭരണകൂട മാറ്റത്തിനുള്ള സാഹചര്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഇസ്രായേൽ ഈ നീക്കം ആരംഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ നീക്കം നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഖമനേയുടെ ഏറ്റവും അടുത്തു നിന്ന നേതാക്കളുടെ ഒരു വിഭാഗത്തെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ചയും പിന്നീട് നടന്ന മിസൈൽ ആക്രമണത്തിൽ വധിക്കാൻ ഇസ്രായേലിന് സാധിച്ചിരുന്നു. അവരുടെ സംയുക്ത സൈനിക കമാൻഡർ, അതുപോലെ തന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന്റെ തലവൻ, അതിന്റെ ഉപമേധാവി, 13ഓളം ആണവ ശാസ്ത്രജ്ഞന്മാർ, ഖമനേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശകൻ, ഇവരെയൊക്കെ ആദ്യ ദിവസത്തെ ആക്രമണത്തിൽ തന്നെ ഇസ്രായേൽ വധിച്ചു. പിന്നീട് കഴിഞ്ഞ ദിവസം നടന്ന മിസൈൽ ആക്രമണത്തിൽ അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവനായ മുഹമ്മദ് ഖാസിമിനെയും ഉപമേധാവിയായ ഹസൻ മൊഹാക്കിയെയും അവര് കൊലപ്പെടുത്തി. അങ്ങനെ ഖമനേയോടൊപ്പം നിന്നിരുന്ന, അദ്ദേഹത്തിന്റെ പിന്തുണക്കാരായി നിന്നിരുന്ന മുതിർന്ന പല നേതാക്കളും ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. അത് മാത്രമല്ല, അവിടെ ശക്തമായ ഒരു പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യമുണ്ട്. ഒരു പുതിയ ജനാധിപത്യ ബോധമുള്ള ഒരു ഭരണകൂടം വരണം, അല്ലെങ്കിൽ പുരോഗമന സ്വഭാവത്തിലുള്ള ഒരു സർക്കാരാണ് ഇനി ഉണ്ടാവേണ്ടതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ഇറാനിലുണ്ട്.